10-15 വർഷങ്ങളായി വിജയകരമായി BB380 കോഴികളെ വളർത്തുന്ന ഞങ്ങളുടെ കർഷകരെ പരിചയപ്പെടുത്തുന്ന ഹാർട്സ് അഗ്രിടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഞങ്ങളുടെ തന്നെ നല്ലൊരു കർഷകനും റിട്ടയേർഡ് സ്കൂൾ പ്രിൻസിപ്പളുമായ VT തോമസ് സാറിൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഓ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നമ്മൾ BB380 വളർത്തി എത്ര വർഷം സാറേ തുടങ്ങിയിട്ടത്? ഞാൻ 2018 തുടങ്ങിയത്. 2018 തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ വാച്ച് വിപുലമാക്കി കൊണ്ടുവന്ന ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പെരയുടെ പുറകിൽ ഒരു ചാർത്ത് പോലെ ഉണ്ടാക്കി അതിലാ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഈ മുട്ടയിടുമ്പോ ഇവര് ചാർത്തിലായിരുന്നുകൊണ്ട് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തപ്പോഴാണ് അങ്ങനെ ലിജോ സാറിന്റെ നമ്പർ കിട്ടുന്ന ബിനോയ് എന്ന് പറയുന്ന പറവ പുള്ളിക്കാരനാണ് എനിക്ക് സാറിന്റെ നമ്പർ ആയിരുന്നു. അങ്ങനെ സാറിനെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് കണ്ടിട്ട് പോയത്. അങ്ങനെ ഇതിലേക്ക് വന്ന് പതിയെ വിപുലീകരിച്ച് 150-160 പേരോളം ഉണ്ട്. ഒരു സാറ് കോഴിയെ തരുന്നതനുസരിച്ച് 3 ട്രിപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ പ്രാവശ്യം 50-60 ഒക്കെ വെച്ചെടുത്ത് ഇങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ മുട്ട കൊടുക്കുന്നത് കണ്ടിന്യൂ മുട്ട കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ റെഗുലറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും എടുത്താൽ പിന്നെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ എപ്പോഴും മുട്ട കൊടുക്കാനും ഉണ്ട്, റെഗുലറായിട്ട് പോകാനും പറ്റുന്നു. സാറ് തീറ്റയൊക്കെ ഏത് സമയങ്ങളിലാണ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത്? തീറ്റ രാവിലെ സാറ് 7 മണിക്കുന്നായിരുന്നു പറയുന്നത്. എന്നാലും 7 നമുക്ക് 7-9 ഇടയ്ക്ക് നമ്മൾ രാവിലെ തീറ്റ കൊടുക്കുന്നുണ്ട്. വൈകിട്ട് 4-5 ഇടയ്ക്ക് ആ സമയത്ത് 2 നേരമായിട്ട്. അതായത് കണക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അങ്ങനെ നമ്മൾ തൂക്കുന്നില്ല. ഇപ്പൊ നമുക്കറിയാം അളവ് പാത്രം വെച്ച് നമുക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ആഴ്ചയിൽ ഒന്ന് വെച്ചുള്ള വിമറാലും പിന്നെ വേറൊരു പ്ലസ് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ദിവസത്തിന് ഒന്ന് കൊടുക്കുന്നുണ്ട്. 8 ദിവസത്തിലൊന്നും കൊടുക്കണ്ടെന്ന് സാർ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആവറേജ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 80-85% പ്രൊഡക്ഷൻ പോകുന്നുണ്ട്. പിന്നെ അത് ചില സമയത്ത് അങ്ങനെ കുറവ് വരുന്നുള്ളൂ. ഇപ്പൊ പുല്ലില്ലാത്തോണ്ട് ഇപ്പം വലിയ പാടാണ്. ഇല്ലെങ്കിൽ നമുക്ക് അസോള കുറച്ചുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടാങ്കിനകത്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അസോള കൊടുക്കാം. പുല്ലുള്ള സമയങ്ങളിൽ ധാരാളം പുല്ല് കൊടുക്കും. പുല്ല് അരിഞ്ഞല്ലേ സാർ കൊടുക്കുന്നത്? അതെ, അരിഞ്ഞിട്ട് കൊടുക്കുന്നു. അരിഞ്ഞിട്ട് കുറച്ച് പീഠനാഥന് ഇട്ട് കൊടുക്കും. 11-12 മണിയാകുമ്പോ ഇട്ട് കൊടുക്കും. ഈ പിന്നെ കാഷ്ടം സാർ ഇവിടുന്ന് കോരി മാറ്റുവാണോ? കോരി എടുക്കും. ഷെഡ് ഇത് നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ ഉണ്ടാക്കിയതാ. നമ്മള് ഇതൊരു ടെമ്പററി എന്താകുമെന്ന് അറിയത്തില്ല, സക്സസ് ആകുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മള് ടെമ്പററി ആയിട്ട് ഷെഡ് ഉണ്ടാക്കിയതാ. ഇനി നമ്മള് ഷീറ്റ് വല്ലതും ഇട്ട് ഉണ്ടാക്കണം. നന്നായിട്ട് വരുന്നുണ്ട്. ഇത് നല്ല ഓർഡറും ഉണ്ട് ഇതിനു വേണ്ടിട്ട്. ഇപ്പൊ തന്നെ പലരും ഓർഡർ ചോദിച്ചിട്ടുണ്ട്. നല്ല ചുമ്മാ മണ്ണ് പോലെ ഇരിക്കുന്നത്, പൊടിഞ്ഞ് ഒരു മണമോ ഒന്നുമില്ല. ഇതിപ്പോ ഓർഡർ ആകാനായിട്ടിരിക്കുക. ആകുന്ന 1.5 കൊണ്ടുപോകും. ഇനിയും കോഴിയച്ചൂടെ എനിക്ക് വിപുലീകരിക്കണമെന്നുള്ള പ്ലാനിൽ ഇരിക്കുവാണ് ഞാൻ. കുറച്ചുകൂടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട സാറിനോട് ഞാൻ ചോദിച്ചു, എന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇത് സക്സസ് ആകാതെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ അടുത്ത വർഷത്തേക്ക് മിക്കവാറും ഞാൻ സക്സസ് ആയി. ഇനിയും കുറച്ചുകൂടെ എനിക്ക് കൂട്ടണം, ചെയ്യാൻ പറ്റും. അല്ല, വെള്ളത്തിന് നനവ് കൊടുക്കേണ്ടതേ ഇപ്പം ഈ ഒത്തിരി വെള്ളം വലിഞ്ഞു പോയി നമുക്ക് തോന്നുന്ന സമയത്താണോ? അല്ല, ഇടുമ്പം തന്നെ വെള്ളം നനച്ചു കൊടുക്കണം. അത് ഉണങ്ങിയിരിക്കുന്നതായതുകൊണ്ട് പ്രോസസ്സിങ് എളുപ്പമാകാൻ വേണ്ടിട്ട് കുറച്ച് നനച്ചു കൊടുക്കണം. നമുക്ക് ചെറിയ ഈ പൂവായി പോലുള്ള സാധനത്തിന് അല്ല, ഞാൻ ചുമ്മാ കൊണ്ടുവന്ന് വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തളിച്ചു കൊടുക്കും. ചെറിയൊരു നനവ് എല്ലാം വേണ്ടി മാത്രം. അത് ഓരോ ദിവസം ചെയ്യണമെന്നുണ്ടോ? ഇല്ല, ഇത് ഒരു എനിക്ക് വന്ന് 45 ദിവസം ഇടയ്ക്ക് 3-4 പ്രാവശ്യം നനച്ചാൽ മതി. അത്ര മതി. ഈ വേനലായതുകൊണ്ട് അല്ലെ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ വേണ്ട. മഴക്കാലത്ത് നമുക്ക് പ്രോസസ്സിംഗ് താമസം ഉണ്ടോ? അതോ ഇല്ല, എല്ലാം സെയിം തന്നെ. പിന്നെ ഒരു നനവ് പോലെ കാണും. വേനക്ക് നല്ല ഉണങ്ങി കിട്ടും. പൗഡർ ഫോമിലേക്ക് അത് കിട്ടും. മഴക്കാലത്ത് അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ചെറിയൊരു നനവിലൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഒരു സ്മെല്ലൊന്നുമില്ല. നല്ല ഇതായിട്ട് കിട്ടും. സ്മെല്ലില്ല. അതാണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. സ്മെല്ലില്ലാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. Thank you for watching. For details, please visit our website www.krdzagri.com or send a message through WhatsApp +91 99 61 99 83 58.